മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കൽ കേസിൽ നിർണായക ഇടപെടലുമായി സർക്കാർ നിലപാട് ഹൈക്കോടതിയിൽ നേരിട്ട് അറിയിക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. പ്രതികൂല വിധിയെങ്കിൽ പുനരധിവാസ പാക്കേജ് സർക്കാർ നടപ്പിലാക്കും. നാളെ കുടിയൊഴിപ്പിക്കൽ നടപടി ഉണ്ടാകില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചർച്ച തൃപ്തികരമെന്ന് സമരക്കാർ പറഞ്ഞു. തണ്ടപ്പേര് സർക്കാരിന് നേരത്തെ റദ്ദ് ചെയ്യാവുന്നതായിരുന്നുവെന്നും അത് ചെയ്തില്ലെന്നും മുൻ MLA PV ശ്രീനിജിൻ പറഞ്ഞു. ഇവരുടെ കേസിൽ സർക്കാർ ഇടപെട്ടുകൊണ്ട് കോടതിയിൽ നിന്നും ഇവർക്ക് ന്യായമായ ഒരു വിധി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടത്തുന്നതായിരിക്കും. ഇനി ഏതെങ്കിലും തരത്തിൽ കോടതിയിൽ നിന്നും നമുക്ക് അനുകൂലമായി വിധി ലഭിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കോടതി വിധി എതിരാകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഇവരെ പൂർണ്ണമായും പുനരധിവസിപ്പിക്കുന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ആ ഉറപ്പും സർക്കാർ കൊടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും ഈ കുടുംബങ്ങളെ പെരുവഴിയിലാക്കുന്നതിനോട് സർക്കാർ യോജിക്കുന്നില്ല. കോടതി വിധി എതിരായി വന്നാൽ ഈ മുഴുവൻ കുടുംബങ്ങളെയും അവരുമായി സംസാരിച്ചുകൊണ്ട് വളരെ ന്യായമായിട്ടുള്ള രീതിയിലുള്ള ഒരു പുനരധിവാസ പാക്കേജ് സർക്കാർ അവരുമായി ഡിസ്കസ് ചെയ്ത് അത് തീരുമാനിക്കും, അത് നടപ്പാക്കും. ഒരു കാരണവശാലും അവരെ പെരുവഴിയിലാക്കുവാനായിട്ട് സർക്കാർ തയ്യാറാവുകയില്ല. സാറ് പറഞ്ഞ രീതിയിലൊക്കെ ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് തൃപ്തികരമാണ്. ഇനി നാളെ പോലീസ് വരില്ല, അങ്ങനെ ഉള്ള കാര്യങ്ങൾ സംസാരിച്ച് ഞങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ പോകുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോകുമെന്ന് പറഞ്ഞതിനെ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷെ ഒന്ന് രണ്ട് പോയിന്റുകൾ അതിനൊരു ക്ലാരിറ്റി വരേണ്ടതായിട്ടുണ്ടെന്നാണ് അത് മന്ത്രിയുടെ പ്രസ്താവന കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, നാളെ അഭിഭാഷക കമ്മീഷൻ വരും. കമ്മീഷൻ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലല്ല. ഒരു ബഹുമാനപ്പെട്ട മുനിസിപ്പൽ കോടതിയുടെ കൃത്യമായിട്ടുള്ളൊരു ഉത്തരവുണ്ട്, പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ കോടതിക്ക് മുകളിലാണോ ഒരു മന്ത്രിയുടെ പ്രസ്താവന എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അതിലൊരു കൃത്യമായിട്ടൊരു ക്ലാരിറ്റി, കാരണം നാളെ പോലീസ് വരാതിരിക്കുന്ന ഒരു സാഹചര്യമില്ല, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ നിന്ന് കൃത്യമായിട്ട് നിർദ്ദേശം മുനിസിപ്പൽ കോടതിന് ഉണ്ടാകണം. ഷീന മാർട്ടിൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷീന, ഈ പറഞ്ഞതുപോലെ തന്നെ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ കാര്യം നാളെ അവിടെ ഒരു പോലീസ് നടപടി ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അവിടെയും PV ശ്രീനിജൻ ചോദിച്ചതുപോലെ ഒരു ചോദ്യം, ഇക്കാര്യം ഷീന, ചർച്ചയിൽ എന്താണ് സംഭവിച്ചത്? അനിഷ, ഏകദേശം 2-2.5 മണിക്കൂറോളം നീണ്ടുനിർന്ന ചർച്ചയാണ് ഇപ്പോൾ അവസാനിപ്പിച്ചത്. അതൊരു ആശ്വാസ വാർത്തയാണ് ആ ചർച്ചയ്ക്ക് ഒടുവിൽ ലഭിച്ചത്. മന്ത്രിയും അതുപോലെ തന്നെ സ്ഥലം MLAയും പഞ്ചായത്ത് അധികൃതരും ഈ സമരം ചെയ്യുന്ന കുടുംബാംഗങ്ങളും തമ്മിലാണ് ഈ ചർച്ച നടന്നത്. രണ്ടുപേരെയും പ്രത്യേകമായാണ് ചർച്ച നടത്തിയത്. സ്ഥലത്തിന് കേസിലെ വാദിയെയും അതുപോലെ തന്നെ ഈ സമരക്കാരെയും പ്രത്യേകമായിട്ടാണ് കണ്ടത്. അവരുടെ രണ്ടുപേരുടെയും ഭാഗം കേട്ടു. അതിനുശേഷം പ്രധാനമായും എടുക്കേണ്ട തീരുമാനം ഈ സമരക്കാരുടെ അല്ലെങ്കിൽ ഈ കുടുംബാംഗങ്ങളുടെ അവരുടെ ഒരു പുനരധിവാസം തന്നെയായിരുന്നു. ആദ്യമേ തന്നെ പറയേണ്ടേ, അവരുടെ പുനരധിവാസം അല്ലെങ്കിൽ അവരെ സുരക്ഷിതമായ രീതിയിലേക്ക് മാറ്റുക, അവർക്ക് താമസിക്കാൻ ഒരു സ്ഥലം ഒരുക്കുക, കൃത്യമായ ഒരു ഷെൽട്ടർ ഒരുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ആദ്യ പരിഗണന. അതിന് തന്നെയാണ് ആദ്യത്തെ മറുപടിയും മന്ത്രി തന്നിട്ടുള്ളത്. മന്ത്രി റോജി എം ജോൺ പറഞ്ഞതനുസരിച്ച് അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രവർത്തികൾ ഇനി ഉണ്ടാകില്ല, പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. അഭിഭാഷക കമ്മീഷൻ ചിലപ്പോൾ നാളെയും എത്തിയേക്കാം, പക്ഷേ അതിന് പോലീസ് സംരക്ഷണം ഒരുക്കില്ല എന്നുള്ളതാണ്. ഹൈക്കോടതി വിധിയുണ്ട്, പോലീസ് സംരക്ഷണം ഒരുക്കണം എന്നുള്ളത്. പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിയുടെ കർശന വിധിയുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും പോലീസ് സംരക്ഷണം ഒരുക്കില്ല എന്നുള്ളതാണ് റോജി എം ജോൺ മന്ത്രി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് പ്രശ്നമായി നിലനിൽക്കുന്നതും. എങ്ങനെയാണ് ഈ കോടതി വിധി നിലനിൽക്കെ പോലീസ് എങ്ങനെ ഇവർക്ക് സംരക്ഷണം ഒരുക്കാതെ, കമ്മീഷന് സംരക്ഷണം ഒരുക്കാതെ എങ്ങനെയിരിക്കും, ഏത് തരത്തിൽ ഇവരെ ഉപദ്രവിക്കാതിരിക്കും എന്നുള്ളത്. പക്ഷേ ആശ്വാസകരമായ വാർത്ത തന്നെയാണ്, നാളെ അഭിഭാഷക കമ്മീഷൻ എത്തിയാൽ പോലും പോലീസിന്റെ സംരക്ഷണം ഉണ്ടാവില്ല. കോടതി നിർദ്ദേശത്തിനപ്പുറം എങ്ങനെ സർക്കാർ പോകുമെന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ.
തീർച്ചയായും മനീഷ, തിങ്കളാഴ്ചയാണ് ഹൈക്കോടതിയെ പ്രത്യേക രീതിയിൽ സമീപിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇതുവരെ ഇതിൽ സർക്കാർ ഒരു മൂന്നാം കക്ഷി അല്ലെങ്കിൽ ഇതിന് സർക്കാർ നേരിട്ട് ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് മന്ത്രി റോജി എം ജോൺ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സർക്കാർ നേരിട്ട് ഒരു റിട്ട് ഹർജി സമർപ്പിക്കുകയാണ്, സർക്കാർ നേരിട്ട് കോടതിയിലേക്ക് പോവുകയാണ്. പുനരധിവാസം സാധ്യമാക്കുന്ന രീതിയിൽ തന്നെ അനുകൂലമായ ഒരു വിധി ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട് കോടതിയുടെ ഭാഗത്തുനിന്നും. ഇനി കോടതി വിധി പ്രതികൂലമായാൽ മാത്രമാണ് ഇത്തരത്തിലൊരു പുനരധിവാസത്തിലേക്കും ഇവർ കടക്കുക. അനീഷ, ഏതായാലും ആദ്യഘട്ടത്തിലൊരു പുനരധിവാസമില്ല, മറിച്ച് ആദ്യം കോടതിയെ സമീപിക്കും, നിയമപരമായ വഴികൾ തേടും, അതിനുശേഷം അവിടെയും തിരിച്ചടി നേരിടുകയാണെങ്കിൽ വീണ്ടും അവരെ പുനരധിവസിപ്പിക്കുന്ന രീതിയിലേക്ക് പോകുമെന്നാണ് സർക്കാർ ഈ ചർച്ചയിൽ അറിയിച്ചിരിക്കുന്നത്. ഷീന മാർട്ടിനാണ് വിവരങ്ങൾ നൽകിയത്.